ഗുഡ് സർട്ടിഫിക്കറ്റ് ലഭിക്കുന്ന കാര്യമാണെങ്കിൽ അതിന്റെ നേട്ടം നമുക്ക് തന്നെ. എന്നാൽ ബാഡ് സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ അത് നെഹ്റുവിനും കോൺഗ്രസിനും. മുൻപ് ഇന്ത്യ ക്രിക്കറ്റിൽ ജയിച്ചപ്പോൾ ജനം TV റിപ്പോർട്ട് ചെയ്തത് ഇങ്ങനെയാണ്: ഭാരതം ജയിച്ചു, ജന്മഭൂമി പത്രത്തിലുൾപ്പെടെ വൻ തലക്കെട്ട്. ഇതേ ക്രിക്കറ്റ് മത്സരത്തിന്റെ രണ്ടാം മത്സരത്തിൽ ഭാരതം തോറ്റു. ഇതേ ജനം TVയും ജന്മഭൂമിയും എഴുതി ഇന്ത്യ തോറ്റു എന്ന്. ജയിക്കുമ്പോൾ ഭാരതവും തോൽക്കുമ്പോൾ ഇന്ത്യയും. കോവിഡ് വാക്സിൻ സർട്ടിഫിക്കറ്റുകളിൽ പ്രധാനമന്ത്രിയുടെ ഫോട്ടോ ആ കാലത്ത് BJPയും സർക്കാരും കാണിച്ച ഏറ്റവും വലിയ അൽപ്പത്തരമായിരുന്നു. ധാരാളം ആളുകളുടെ കയ്യിലേക്ക് ഈ സർട്ടിഫിക്കറ്റ് വരും എന്ന് അവർക്കറിയാം. ഇങ്ങനെ വരുമ്പോൾ ചുളുവിൽ ചിരിക്കുന്ന ഒരു പടം ആ സർട്ടിഫിക്കറ്റിൽ കൊടുക്കാം. ലോകത്ത് ഇന്ത്യയിൽ മാത്രമാണോ കോവാക്സിനും കോവിഷീൽഡും ഒക്കെ നൽകിയത്? അതാത് രാജ്യങ്ങൾ വ്യത്യസ്ത പേരുകളിൽ കോവിഡിനെതിരായിട്ടുള്ള വാക്സിനുകൾ നൽകി വരുന്നതാണ്. ഇപ്പോഴിതാ കോവിഷീൽഡ് വാക്സിനേഷൻ മരുന്നിൽ മാരകമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് അതിന്റെ ഉൽപാദകർ തന്നെ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫോട്ടോ ഒഴിവാക്കുവാനാണ് ആരോഗ്യ മന്ത്രാലയത്തിന്റെ തീരുമാനം. ഒറ്റ കാര്യം മാത്രം: വിജയിക്കുന്ന കാര്യത്തിൽ മാത്രം ഉത്തരവാദിത്വം ഏറ്റെടുത്താൽ പോരാ, പരാജയപ്പെടുമ്പോഴും പ്രശ്നമുണ്ടാകുമ്പോഴും അതിന്റെ കൂടി ഉത്തരവാദിത്വം ഏറ്റെടുക്കണം.